നമ്മുടെ നാട്ടിലിപ്പം മുങ്ങി മരണങ്ങൾ കൂടുകയാണ്. സംസ്ഥാനത്ത് കണക്കുകൾ പരിശോധിച്ചാൽ മുങ്ങി മരണങ്ങൾ വർദ്ധിക്കുമെന്ന് മനസ്സിലാകും. മലപ്പുറം ജില്ലയിൽ മാത്രം 3 വർഷത്തിനിടെ 375 പേരാണ് മുങ്ങി മരിച്ചത്. ശാസ്ത്രീയമായി നീന്താൻ അറിയാത്തതാണ് പലരും മുങ്ങി മരിക്കാൻ കാരണമെന്ന് പറയുന്നു. സ്കൂൾ പാഠ്യപദ്ധതിയിൽ നീന്തൽ പരിശീലനം ഉൾപ്പെടുത്തണം എന്ന് ആളുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടു തുടങ്ങി. അത്ര കൂടുതൽ ഇതിൻ്റെ നമ്പർ പെരുകി വരികയാണ്. അപ്രതീക്ഷിത മരണങ്ങളാണ് ജലാശയ അപകടങ്ങളിലൂടെ ഉണ്ടാകുന്നത്. നീന്തൽ അറിയാത്തവർ മാത്രമല്ല, രക്ഷിക്കാൻ എടുത്തു ചാടുന്നവർ വരെ മരണത്തിലേക്കാണ് പലപ്പോഴും ചാടുന്നത്. മലപ്പുറം ജില്ലയിൽ 2021 ജനുവരി മുതൽ 2023 ഡിസംബർ വരെയായി 375 മുങ്ങിമരണങ്ങളാണ് ഉണ്ടായത്. 2021 108ഉം 2022 140ഉം 23 ഇതുവരെയായി 127 മുങ്ങിമരണങ്ങളുണ്ടായി. ഏറ്റവും കൂടുതൽ അപകടങ്ങൾക്കിരയാകുന്നത് കുട്ടികളാണ്. 56 കുട്ടികളുടെ മുങ്ങിമരണങ്ങളാണ് ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്തത്. തിരൂർ, തിരൂരങ്ങാടി, പൊന്നാനി, പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായത്. ഒരു വാമിംഗ് അപ്പ് ഇല്ലാതെ വെള്ളത്തിൽ ഇറങ്ങുന്നത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പം മണിക്കൂറുകളോളം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ആൾക്കാർ നീന്തും, അതിനുശേഷം നീന്തൽ നിർത്തിവെക്കും, വാമിംഗ് ഡൗൺ ആയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളത്തിലിറങ്ങി നീന്തും. ഈ സമയത്ത് അപകടത്തിൽ വരുന്ന കേസുകൾ ഈ അടുത്ത കാലത്ത് മലപ്പുറം ഈ അടുത്ത കാലത്ത് കേസ് ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിസാഹസികത കാണിച്ചും രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ധാരണക്കുറവും അപകടം വിളിച്ചു വരുത്തുന്നുണ്ട്. ഒരു ചെറിയ ആയം കുറഞ്ഞൊരു വെള്ളമാണെങ്കിൽ നമുക്ക് നീന്താൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഒരാളോട് പറഞ്ഞാൽ മതി. അയാളൊന്ന് പൊങ്ങി വരുമ്പോൾ പ്രശ്നമല്ല. ഒഴുക്കുള്ള വെള്ളമാണെങ്കിൽ തൊട്ടടുത്ത് നിലമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അയാൾ ആ ഒരു ഇതിനുകൊണ്ട് തന്നെ അയാൾ രക്ഷപ്പെട്ടു പോകും. ഇപ്പോൾ വേറൊരാൾ നമ്മളിപ്പോൾ അതേമാതിരി റീച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെത്തേഡ്, ഇപ്പോൾ നമ്മൾ ഒരു വടിയോ അല്ലെങ്കിൽ ഒരു മട്ടലോ, ഇപ്പോൾ തെങ്ങിൻ്റെ മട്ടലോ ഇങ്ങനത്തെ സാധനം വെച്ച് നീട്ടിപ്പോൾ ഒരു കുളത്തിലൊക്കെ ആണെങ്കിൽ അത് നീട്ടിക്കൊടുത്താൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ത്രോ ചെയ്ത് കൊടുക്കാം, റോപ്പോ എന്തെങ്കിലും സാധനം എറിഞ്ഞു കൊടുക്കാം, ഇതുപോലുള്ള മെത്തേഡുകൾ. അതിന് പകരം ഇതൊക്കെ പരീക്ഷിച്ചതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ്. ഈ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡിൻ്റെ പ്രശ്നം വെച്ചാൽ സ്വാഭാവികമായിട്ടും മറ്റേ ആൾ നമ്മളെ കയറി പിടിക്കും. അപ്പോൾ രണ്ടുപേരും മുങ്ങിപ്പോവും. അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യാനുള്ള അയാളെ പിന്നിലൂടെ സമീപിക്കണം. സ്കൂൾ അവധി സമയങ്ങളിലാണ് മുങ്ങിമരണങ്ങൾ ഏറെയും. സ്കൂൾ പാഠ്യപദ്ധതിയിൽ നീന്തൽ പരിശീലനം ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. നീന്തൽ പഠിപ്പിക്കുന്നതോടൊപ്പം രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ജലാശയങ്ങൾക്ക് സമീപം മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചും അപകടം കുറക്കാനാകും. മലപ്പുറം ജില്ലാ ഭരണകൂടം വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരാൾ മുങ്ങിപ്പോകുന്നത് കണ്ടാൽ എടുത്തുചാട്ടം മാത്രമല്ല രക്ഷാപ്രവർത്തനം. അതിനു മുന്നോടിയായി പലവിധ പ്രവർത്തനങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് സാധാരണക്കാർക്കോ വിദ്യാർത്ഥികൾക്കോ ധാരണയോ അറിവോ കുറവാണ്. ഇതിനായി ബോധവൽക്കരണം ആവശ്യമാണ്. എങ്കിൽ ഒരു പരിധിവരെ മരണങ്ങളും അപകടങ്ങളും കുറക്കാനാകും. അതിനായി പലവിധ വകുപ്പുകളുടെ സംയുക്തമായ പ്രവർത്തനമാണ് ആവശ്യം. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. നമുക്കെല്ലാവർക്കും ഒരു കാര്യം അറിയാം. കേരളത്തിൽ റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് മുങ്ങി മരണത്തിലൂടെയാണ്. അപകടങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ നാട്ടിൽ ചർച്ചയാകുന്നത്. പലപ്പോഴും ഒരു ബോർഡ് എഴുതി വെച്ചാൽ ഈ കടവിലേക്ക് ഇറങ്ങരുത്, ഇവിടെ അപകടമാണ് എന്ന് എഴുതി വെച്ചാൽ നമ്മുടെ ജോലി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പല സ്ഥലത്തും മുന്നറിയിപ്പ് ബോർഡുകൾ പോലും എപ്പോഴും ഇല്ല എന്നും പറയുന്നുണ്ട്. ചില സാഹചര്യത്തിൽ, ചില ഒറ്റപ്പെട്ട സാഹചര്യത്തിലൊക്കെ ചില കുട്ടികളൊക്കെ വിനോദയാത്ര പോകുന്ന സമയത്ത് അത്യാവശ്യം മദ്യമൊക്കെ പാനം ചെയ്തതിന് ശേഷമാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുക. അതുകൊണ്ട് തന്നെ അവർ വെള്ളത്തിൽ നീന്താൻ കഴിയാതെ കുഴഞ്ഞു വീണ് മുങ്ങിപ്പോകുന്നതും അത്ര അപൂർവ സംഭവമല്ല കേരളത്തിൽ. ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ മുങ്ങിമരണം ഇത്രയും കൂടിയത്. അപ്പോൾ നാട്ടുകാർ പറയുന്നത് സ്കൂൾ തലം മുതൽ ഈ പാഠ്യപദ്ധതിയിൽ ഈ നീന്തൽ പരിശീലനത്തിൻ്റെ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തണം എന്നാണ്. അതായത് ഒരാൾ വെള്ളത്തിലിറങ്ങിയാൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് അത്യാവശ്യമായി പഠിച്ചിരിക്കേണ്ട പാഠഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തണമെന്ന് നാട്ടുകാർ, പ്രത്യേകിച്ച് മലപ്പുറത്തെ രക്ഷിതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ഇതിൽ പ്രാദേശികമായിട്ട് പല റെസ്ക്യൂലൊക്കെ നമ്മൾ വരുമ്പോൾ വഴി അറിയാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ആളുകൾ അറിയാത്ത ജലാശയത്തിൽ വരും. അപ്പോൾ അവിടെ നമ്മൾ ഈ ലഹരി ഉപയോഗിച്ചിട്ട് അല്ലാത്ത രീതിയിലൊന്നും ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിൽ ബോർഡുകൾ വയ്ക്കുന്നത്, ഒരു വാർണിംഗ് മെസ്സേജ് കാണുമ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ വഴിതിരിഞ്ഞ് ശ്രദ്ധിക്കാനുള്ള ചാൻസുകളുണ്ട്. ഞാൻ രക്ഷിതാക്കളെയാണ് എപ്പോഴും കുറ്റപ്പെടുന്ന ഒരു കാര്യം. തൊട്ടടുത്തുള്ള കുളത്തിൽ പോയിട്ട് ആ കുട്ടിക്ക് എന്താണ് വെള്ളമെന്നോ അല്ലെങ്കിൽ എന്താണ് പുഴ എന്ന് പോലും നമ്മളെ കുട്ടികൾ പരിചയപ്പെടുന്നില്ല. പുസ്തകത്തിൽ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള പുഴയല്ല അതിൻ്റെ ഭംഗി, അതല്ല, അതാണ് കുട്ടി പഠിച്ചിട്ടുള്ളൂ. ഇതിനൊരു ഭീകരമായ അപ്പുറത്തൊരു മുഖമുണ്ട്, അത് കുട്ടിക്ക് അറിയില്ല, ക്ലാസ് റൂമിൽ അറിയില്ല. അത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഏറ്റവും പ്രഥമ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണെന്ന് ഞാൻ പറയാം. ഔദ്യോഗികമായ ക്ലാസ്സുകൾ ഇതേമാതിരി ഫയർഫോഴ്സിൻ്റെ അടുത്തുനിന്ന് പോലീസിൻ്റെ അടുത്തുനിന്നൊക്കെ നടത്താനുള്ള സംവിധാനം എല്ലാ സ്കൂളുകളും നടത്തണം. അപ്പോൾ ഇതിനൊക്കെ കുറേയൊക്കെ മാറ്റം വരും.
യൂട്യൂബിലെ ഒരു സന്ദേശം സമൻ വിത്ത് ക്യൂട്ട് ബ്ലോഗ് അദ്ദേഹം പറയുന്നത് തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം നമുക്കൊരു പാഠമായിരിക്കണം. ഒരു മഴ വന്നപ്പോൾ ഇങ്ങനെ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താവും? നമ്മളിപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. താങ്കൾക്കറിയുന്ന പോലെ ഇതൊക്കെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്, നമുക്കത് ചർച്ച ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ ബാലൻ പറയുന്നു, മിസ്റ്റർ SKN അദ്ദേഹം വളരെ ഗൗരവത്തോടെയാണ്, നിങ്ങളെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കും, എന്നാൽ നിങ്ങളുടെ ഷർട്ട് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും. എൻ്റെ ഷർട്ടും കോട്ടും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇതിൽ ഉൾപ്പെടുത്തണമെന്നില്ല. ചിലപ്പോൾ ചെറിയൊരു സുഖകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ടെൻഷനൊക്കെ റിലാക്സ് ചെയ്ത് നമുക്ക് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ. കൂടുതൽ സമയത്തും എന്നെ വിമർശിക്കുകയും 24-നെ വിമർശിക്കുകയും ചെയ്യുന്ന യൂട്യൂബ് സന്ദേശങ്ങളാണ് ഞാൻ കൂടുതലും ഉൾപ്പെടുത്തുന്നത്. താങ്കളൊന്നും മാത്രം മനസ്സിലാക്കുക, നമ്മൾ ഒത്തിരി കാലമായില്ലേ ഈ പരിപാടിക്ക് ഇറങ്ങിയത്, നമ്മൾ വിമർശനങ്ങളെ ഭയപ്പെടുന്നില്ല. വിമർശനങ്ങളെ ഭയപ്പെടാത്ത രീതിയിലുള്ള ഒരു സുതാര്യമായ ജീവിതത്തിലൂടെ പോകുന്ന ആളുകൾക്കൊന്നും വിമർശനങ്ങളെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുകൂടി താങ്കൾ തിരിച്ചറിയുക. താങ്കൾ വിമർശിച്ച് എഴുതിക്കോളൂ, നമുക്ക് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഉൾപ്പെടുത്താം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.